ഹായ് ഹലോ നമസ്കാരം. മല്ലുമണിയുടെ കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പരിപാടി ബ്രെഡ് കൊണ്ട് നല്ല അടിപൊളി ഡെസേർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണത്. മസ്റ്റ് ട്രൈ ഐറ്റമാണത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ നല്ല റിച്ച് ലുക്കുള്ള നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള നല്ലൊരു ഡെസേർട്ട് റെസിപ്പിയാണത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പഞ്ചസാര അലീനെ വരക്കി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഏലക്ക അതിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഫുഡ് കളറാണ്. ഇവിടെ മാംഗോൻ്റെ ഫുഡ് കളറാണ് എത്തിയിരിക്കുന്നത്. ഒരു 4 ഡ്രോപ്പോളം ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, നമ്മളിതാ ഷുഗർ സിറപ്പ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഞാനതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ 10-11 ബദാം എടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ വേറെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാൻ എടുക്കുന്നത്. അതൊരു 4 ടേബിൾ സ്പൂണോളം എടുക്കുന്നുണ്ട്. ഓക്കെ, സെറ്റായി. ഇനി ഇതിലേക്ക് 10 രൂപയുടെ ഒരു പാൽപ്പൊടി പാക്കറ്റാണ്, അത് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഉണ്ട്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വേറെ ഒന്നും ചേർക്കേണ്ടതില്ല. ഇതിങ്ങനെ തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലപോലെ ക്രീമാവും. വേണ്ടോ, നല്ലൊരു ക്രീം, നല്ലൊരു പരുവായിട്ടുണ്ട്. ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു 6ഓളം ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതിനൊരു ബ്രെഡ് എടുത്തിട്ട് ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസ്, ഷാർപ്പായിട്ടുള്ളൊരു ഗ്ലാസ്സാണ്, അതിനിങ്ങനെ സെൻറ്ററിൽ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു ഷേപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ ഏത് ഷേപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതുണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് കളർ റൗണ്ടായിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം കൂടി ഇങ്ങനെ ചെയ്യാൻ പോകണം. ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാനുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അതിൽ രൂപത്തിലും ഭാവത്തിലൊക്കെ ഇത് വരുത്താവുന്നതാണ്. കണ്ടോ, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഇതുപോലെ ആക്കി വെച്ചതാണ്ടോ. ഓക്കെയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഓരോന്നോരോന്ന് എടുത്ത് നമുക്ക് ആ ക്രീം ഒന്ന് മേലെ പുരട്ടി കൊടുക്കാനുണ്ട്. ഫസ്റ്റ് ലെയർ വയ്ക്കുന്ന പോലെ അതേപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട. അതേപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് അതിനനുസരിച്ച് വരുന്നത് പോലെ മതി. വേണ്ടോ, സെറ്റായിട്ട്. ഇനി ഇതൊന്ന് മേലെ ഒന്ന് നമുക്കൊന്ന് കവർ ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഷുഗർ സിറപ്പിലേക്ക് മുക്കി കൊടുക്കാം. വേണ്ടോ, മുക്കുമ്പോൾ തന്നെ നല്ല കളർ നോക്കുക. കണ്ടോ, കളർ ഏകദേശം നല്ല അടിപൊളി കളറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം പോയിട്ട് ഇപ്പോൾ നമുക്ക് നല്ല അടിപൊളി മഞ്ഞ കളറായി. കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി റോയൽ ലുക്കില്ലേ ഇതിനെ. ഇതേപോലെ നമ്മൾ ഓരോന്നും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നു. ഇതേപോലെ എല്ലാത്തിലും നമ്മൾ ആ ക്രീം എടുത്തിരിക്കും. ഞാൻ ഈ 6 ബ്രെഡ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റിക്കാണ് ഞാനിതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കേക്ക് പോലെയോ അല്ലെങ്കിൽ വേറെ എന്താ പറയുക, ഒരു വല്ലാത്തൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പി പോലെയില്ലേ. നല്ല കഴിക്കുമ്പോൾ തന്നെ നല്ല കാണാനും കഴിക്കാനും നല്ല രുചിയാണത്. ഞാനിത് വെറുതെ പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നല്ല രുചിയാണെന്ന് പറയുന്നത്. നിങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതിൽ പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതും കൂടി നമുക്കതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളത് അവസാനത്തെയും കൂടി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഗാർണിഷ് ചെയ്യാനുണ്ട്. ഞാൻ ഇതിനെ ഡെസ്കേറ്റ് കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് മേൽക്കൂടെ ഒന്ന് വിതറി കൊടുക്കാം. ഏറെക്കുറെ ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി അതിൽ കൊക്കോ പൗഡറാണ്. നിങ്ങളിൽ ബൂസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് കൊക്കോ പൗഡർ മേലക്കൂടെ ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചോക്ലേറ്റിൻ്റെ ഷോർട്ട്സാണ്, അതിങ്ങനെ ഓരോന്നും വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി റെസിപ്പി അല്ലേ ഇത്. വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഇതുപോലുള്ള ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. Thank you.